ഈ കാണുന്ന ടബ്ബുകളിൽ വെള്ളം നിറച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന ടാങ്കിലുള്ള മീനുകൾക്ക് പല സൈസാണുള്ളത്. അപ്പോൾ ഒരേ സൈസിലുള്ള ഫിഷുകളെല്ലാം ഒരേ ടാങ്കിൽ കള്ള് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഹലോ ഫിഷ് ലവേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ടാങ്കിലുള്ളത് നമ്മൾ ഏഞ്ചലിൻ്റെ പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫിഷുകളുടെ സീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. ഏകദേശം ഒരു മാസത്തോളം ആയതുകൊണ്ട് തന്നെ ബട്ടൺ സൈസ് മാറി കോയിൻ സൈസിലേക്ക് ഫിഷുകൾ മാറുന്നുണ്ട്. ബൾക്കായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ ചില ഫിഷുകളുടെ സൈസും ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ ഫൈറ്ററിൻ്റെ കുറച്ച് സീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ബോട്ടിലും പ്രായമായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ ഒരാഴ്ച മുന്നേ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. അതിൽ ഉണങ്ങിയ വാഴലയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് നമ്മൾ ടബിലേക്ക് ഇതുപോലെ പകർത്തുന്നത്. എന്നിട്ട് ഈ ടബുകളിലാണ് നമ്മൾ ടാങ്കിൽ നിന്ന് പിടിച്ച ഫിഷുകളെ ഇട്ടിട്ട് അതിൽ നിന്ന് സൈസ് വേർതിരിച്ച് ഒരേ ടാങ്കിലേക്ക് മാറ്റുന്നത്. അതുപോലെ തന്നെ ആ സെയിം ടബുകളിലേക്ക് നമ്മൾ ടാങ്കിനുള്ള കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെമ്പറേച്ചർ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ടൈപ്പിലുള്ള വലിയ ഫിഷിംഗ് നെറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ ഏഞ്ചൽ പോലുള്ള ഫിഷുകളെ കിട്ടുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഫൈറ്റർ മെയിൽ ഫിഷുകളെ ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലാണിത്. ഇനി ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ചില ബോട്ടിൽസ് കട്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ അടുത്തായിട്ടുള്ള ടാങ്കുകളിലാണ് ഇതേപോലെ ഫൈറ്റർ മെയിലും ഫീമെയിലൊക്കെ മിക്സായി കിടക്കുന്നത്. അത്യാവശ്യം സൈസ് ആയതുകൊണ്ട് തന്നെ പരസ്പരം കൊത്തുകൂടിയിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ വാല് മുറിഞ്ഞു പോയത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പെട്ടെന്ന് ബോട്ടിലിംഗ് ചെയ്യേണ്ടതുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വലിയ ഫിഷിംഗ് നെറ്റ് വെച്ചിട്ടാണ് ഏഞ്ചൽ പോലുള്ള ഫിഷുകളൊക്കെ എടുക്കുന്നത്. ഏഞ്ചൽ ഫിഷുകളൊക്കെ വളരെ സ്പീഡി ആയിട്ടുള്ള ഫിഷുകളാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആദ്യത്തെ ടാങ്കിലെ ഏഞ്ചൽസിനെല്ലാം കളക്ട് ചെയ്ത് ടപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടാങ്കിൽ നിന്നാണ് എടുക്കുന്നത്. ഒരു കോരലിൽ തന്നെ നമുക്ക് 3-4 ഫിഷുകൾ മാത്രമാണ് കിട്ടുന്നത്. ഇനി കോരാൻ നിന്ന് കഴിഞ്ഞാൽ ആ നെറ്റിലുള്ളത് കൂടി ടാങ്കിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം കോരുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അവിടെ അറ്റത്തായിട്ട് ഒരു 3 എണ്ണം കാണുന്നുണ്ട്. അത് തൽക്കാലം ടാങ്കിൽ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഏകദേശം ഫിഷുകളെല്ലാം കളക്ട് ചെയ്ത് ടബിലാക്കിയിട്ടുണ്ട്. നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഈ ഫിഷുകളെല്ലാം സൈസുകൾ പല ടൈപ്പിലാണ്, പല ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫീഡിങ് ടൈമിലൊക്കെ നോക്കുമ്പോൾ ഫീഡ് എടുക്കാനായിട്ട് വലിയ ഫിഷുകൾ മാത്രമേ വരുള്ളൂ. ചെറിയ ഫിഷുകളെ ഇവർ കൊത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിതുപോലെ മാറ്റിയിടുന്നത്. അതുപോലെ തന്നെ ഇതിന് താഴെ ആ കാണുന്ന ടാങ്കിലായിട്ടും കുറച്ച് ഏഞ്ചൽ സീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഈ ടബിൽ കളക്ട് ചെയ്യാം. ഈ കാണുന്ന ടാങ്കിൽ ബൾക്കായിട്ട് ഫിഷിന് ഇട്ടുകൊണ്ട് തന്നെ ഒരു കുറച്ച് സൈസ് മാത്രമേ ഈ ഫിഷിന് കയറിയിട്ടുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു തവി ഉപയോഗിച്ചാണ് ഏഞ്ചൽസിനെ ഇങ്ങനെ സൈസിനനുസരിച്ച് മാറ്റിയിടാൻ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് ഓരോ ഫിഷിനെ ഇതേപോലെ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ തവി കൊണ്ടുള്ള പരീക്ഷണം പാഴായി പോയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ചെറിയ ഫിഷിംഗ് നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. തവി വെച്ച് കോരി മുകളിലോട്ട് എടുക്കുമ്പോൾ തന്നെ ഫിഷ് ചാടി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നെറ്റ് എടുത്തിട്ടുള്ളത്. ഈ ടൈപ്പ് ഫിഷിംഗ് നെറ്റ് ആകുമ്പോൾ നമുക്ക് 1-2 ഫിഷുകളെ ഒരേ ടൈം കോരിയെടുക്കാൻ പറ്റും. നമ്മളിട്ട സീഡുകളിൽ ഏറ്റവും വലിയ സൈസായിട്ട് തോന്നിയത് ഈ ഫിഷാണ്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് മീനുകളുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഒരു ടാങ്കിലേക്ക് ഇടാം. ഫിഷുള്ള ടബിലെയും ടാങ്കിലെയും വാട്ടർ ടെമ്പറേച്ചർ സെയിം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ്ലി വെള്ളത്തിൽ ഇറക്കി വിടുന്നത്. അങ്ങനെ ഈ കാണുന്ന ടാങ്കിൽ നമ്മളൊരു 15 അത്യാവശ്യം വലിയ സൈസുള്ള ഫിഷിനെ ഇട്ടിട്ടുണ്ട്. അവർ ആ കോർണറിൽ പോയി നിൽക്കുന്നുണ്ട്. ബാലൻസ് അപ്പോൾ ഈ ടബിൽ ഇത്ര ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സൈസിനനുസരിച്ച് മാറ്റിയിടാനുണ്ട്. ബൾക്കായിട്ട് ടാങ്കിൽ ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് സൈസ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. മോർട്ടാലിറ്റി ഒന്നും ഇവിടെ ടാങ്കിൽ കാണുന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ഏഞ്ചൽ ഫിഷിൻ്റെ സൈസാണ് ഇവിടെയുള്ള ടീമിൻ്റെ ഏറ്റവും ചെറിയ സൈസ്. അപ്പോൾ ഇതുപോലുള്ള സൈസുള്ളവരെ നമുക്ക് വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ 3 ടാങ്കിലായിട്ട് 15 എണ്ണം വെച്ചിട്ടിട്ടുണ്ട്. ബാലൻസ് വന്നതാണ് ടബിലുള്ളത്. എല്ലാവരും ഈ ടാങ്കിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി ഇതിലുള്ള എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്.
ഇനി നമുക്ക് അടുത്തതായിട്ട് മാറ്റിയിടാനുള്ളത് ഫൈറ്റർ ഫിഷുകളാണ്. ഇതിൽ മെയിലും ഫീമെയിലും മിക്സഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ചില മെയിൽ ഫിഷിൻ്റെ ടെയിലൊക്കെ കട്ടായി പോയിട്ടുണ്ട്. ഇവർ പരസ്പരം കൊത്തുകൂടുന്നുണ്ട് ഫീഡിങ് ടൈമിലും അല്ലാത്ത ടൈമിലൊക്കെ. ഇതാ അപ്പോൾ നമ്മൾ ആ കാണുന്ന ബോട്ടിൽ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലുള്ള പേന കത്തിയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള കത്തിയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് കുപ്പി ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഈസി ആയിട്ട് കീറി വരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ കീറുമ്പോൾ കുപ്പി ആയതുകൊണ്ട് തന്നെ കത്തി തെന്നി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതാ കണ്ടില്ല, ഈ കാണുന്ന ബോട്ടിലിൻ്റെ ടോപ്പ് നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ബോട്ടിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം എല്ലാ ബോട്ടിലിൻ്റെയും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ ടോപ്പുകളിലാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കഴുകാനായിട്ട് ഇതേപോലുള്ള ഒരു ബ്രഷ് എടുത്തപ്പോഴാണ് അത് ബോട്ടിലിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ വെള്ളം കുടിക്കുന്ന ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ വാങ്ങുന്ന ബ്രഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണം എടുത്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, നമുക്ക് ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്ലീനായി കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ബ്രഷ് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഞാൻ ഇതുപോലത്തെ കുപ്പികൾ കുറച്ച് കഴുകിയിട്ടുണ്ടെങ്കിലും ബ്രഷിൻ്റെ നാരുകൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ കയ്യിൽ ഈ ഒരു ബ്രഷ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിലെല്ലാം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ബോട്ടിൽ നിരത്തി വയ്ക്കുന്ന ഇതേപോലത്തെ ടബുകളിലാണ്. ഇതിലിപ്പോൾ 7 വെച്ചിട്ടുണ്ട്. ആ നിറഞ്ഞിരിക്കുന്ന ടബുകളിൽ 20 ബോട്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ടബുകളിൽ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം മാറാനും അതുപോലെ തന്നെ കുപ്പി ചരിയാനുള്ള ചാൻസ് ഒക്കെ കുറവായിരിക്കും. നമുക്കിത് എളുപ്പത്തിൽ 20 ബോട്ടിൽ ഹാൻഡിൽ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെള്ളം എടുത്തിട്ടുള്ള ടാങ്കിൽ നിന്ന് തന്നെയാണ് ബോട്ടിലേക്കുള്ള വെള്ളം എടുക്കുന്നത്. നമ്മൾ ഇതിലെ കുറച്ച് ബോട്ടിൽ ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതുപോലെ ടാങ്കിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ബോട്ടിലിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ കറക്റ്റ് വാട്ടർ ടെമ്പറേച്ചർ സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ കാണുന്ന ബോട്ടിലുകളിലെല്ലാം വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ ടബിലും കുറച്ച് വെള്ളം വീണിട്ടുണ്ട്. അത് നമ്മൾ മാറ്റുന്നില്ല. കാരണം വെയിലുള്ള സമയത്ത് ഈ കുപ്പിയിലെ വെള്ളം ചെറുതായിട്ട് ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാലും ടബിലുള്ള വെള്ളത്തിൻ്റെ മാറാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ടബുകളൊക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ ചെറുതായിട്ട് പ്ലാൻ മാറ്റിയിട്ടുണ്ട്. ഈ ടബുകൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അതാകുമ്പോൾ സൺലൈറ്റ് കിട്ടും. അതുപോലെ തന്നെ സൂര്യൻ്റെ ചൂട് കുറവായിരിക്കും ഈ സൈഡ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ 27 ബോട്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റത്തിരിക്കുന്ന ടബിൽ 20 ബോട്ടിലും അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ 7 ബോട്ടിലാണ് വെച്ചിട്ട് കുപ്പി മറിയാതിരിക്കാനാണ് ഇതേപോലെ മരത്തിൻ്റെ ചെറിയൊരു പട്ടിക വെച്ചിട്ടുള്ളത്. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് വെയിൽ നേരെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഷോള് വിരിച്ച് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ടാങ്കിൽ ഫിഷിംഗ് നെറ്റ് വെച്ചിട്ട് ഇതേപോലെ ഫൈറ്റർ ഫിഷുകൾ പിടിച്ചിട്ടുണ്ട്. ഈ കാണുന്നവരെല്ലാം തന്നെ അത്യാവശ്യം ബോട്ടിലിംഗ് സൈസ് കഴിയാറായതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബോട്ടിൽ ചെയ്യാം. ഫൈറ്റർ ഫിഷുകളുടെ പല വെറൈറ്റീസിനെയാണ് നമ്മൾ ഈ ടാങ്കിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില ഫിഷുകൾ ആ എയർ സ്പോഞ്ച് ഫിൽറ്ററിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളത് തൽക്കാലത്തേക്ക് എടുക്കുന്നുണ്ട്. കാരണം ഫീമെയിലോ മെയിലൊക്കെ ആണെങ്കിലും നമുക്ക് ബോട്ടിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് രണ്ടാമത്തെ ടാങ്കിൽ നിന്ന് ഫിഷിനെ എടുക്കുന്നുണ്ട്. ഇതുപോലുള്ളൊരു 5-6ഓളം ടാങ്കുകളിലുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഫിഷ് നമുക്ക് കളക്ട് ചെയ്തിട്ട് പല സൈസിനനുസരിച്ച് ഫീമെയിൽസിനെല്ലാം മാറ്റിയിടാം. അതുപോലെ മെയിൽസിനെല്ലാം ബോട്ടിലും ചെയ്തിടാം. ഫൈറ്റർ ഫിഷുകളെല്ലാം തന്നെ സൈസ് കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ കയറി വന്നിട്ടുണ്ട്.
അങ്ങനെ 4ാമത്തെ ടാങ്കിൽ നിന്നും നമ്മൾ ഇതുപോലെ നെറ്റ് വെച്ചിട്ട് ഫിഷിനെ എടുക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ താഴെയുള്ള ടാങ്കിലായിട്ട് നമ്മൾ കുറച്ച് സൈസ് കൂടിയിട്ടുള്ള ഫീമെയിൽസിനെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല, അത് ആ ടാങ്കിൽ തന്നെ കിടന്നോട്ടെ. ഏകദേശം ഫീമെയിൽസ് എല്ലാം അഡൽട്ട് സ്റ്റേജിലെത്തി, എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ലാസ്റ്റ് മീനിനെ നമ്മൾ കൊണ്ടുപോയി ടപ്പിലിടുകയാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് സൈസ് അനുസരിച്ച് മാറ്റിയിടാം. ടാങ്കിൽ നിന്ന് ഫൈറ്റർ ഫിഷുകളെല്ലാം എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഇലയുടെ അടിയിലും ഫിൽറ്ററിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഫിഷിനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു തവി എടുത്തിട്ടാണ് ഫിഷിനെ മാറ്റുന്നത്. ഫസ്റ്റ് നമ്മൾ മെയിൽസിനെ എല്ലാം എടുത്ത് ഇതേപോലെ ബോട്ടിൽസ് ചെയ്യുകയാണ്. ആകെ സെറ്റ് ചെയ്തിട്ടുള്ള 27 ബോട്ടിലായതുകൊണ്ട് തന്നെ 27 മെയിൽസിനാണ് ഫസ്റ്റ് നമ്മൾ ബോട്ടിൽ ചെയ്യുന്നത്. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ടാങ്കിൽ മിക്സാക്കി ഇടും. കുറച്ച് കഴിഞ്ഞിട്ട് ബോട്ടിൽ കിട്ടുന്ന ടൈമിൽ നമ്മൾ ഇവരെല്ലാം ബോട്ടിൽ ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സൈസിനനുസരിച്ച് എടുത്തിട്ടുള്ള ആദ്യത്തെ 27 മെയിൽസിനെ നമ്മൾ ഇതേപോലെ ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും ടാങ്കിലും ഇട്ടു. അതുപോലെ തന്നെ ഫീമെയിൽസിനെ സെപ്പറേറ്റ് ചെയ്ത് ടാങ്കിൽ ഇട്ടിട്ടുണ്ട്. ഇനി ബോട്ടിൽ ചെയ്ത ഫിഷുകളുടെ കെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ തുടർന്ന് ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.